ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 26 ക്വസ്റ്റ്യനായ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2. ഡി എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു? 2 ആണെന്ന് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യന്. ദ സം ഓഫ് ദി 9th 10th 11th ടേം, 3 ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ 90 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ദാറ്റ്? അതായത് T9 പ്ലസ് T10 പ്ലസ് T11 ഈക്വൽ ടു എന്താണ്? 90 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ക്ലിയർ ആയല്ലോ? ഈ 3 ടേമുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുകയും എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഇതിലെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. അത് എ പ്ലസ് ബി, എ പ്ലസ് 2D എന്ന് പറയുന്ന 3 ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? എ പ്ലസ് ഡി, എ പ്ലസ് 2D, എ പ്ലസ് 3D, എക്സെട്ര എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടം വരെ വരുന്നതാണ് സംഭവം. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം, എ പ്ലസ് ഡി എന്ന് പറഞ്ഞ സെക്കൻഡ് ടൈം, എ പ്ലസ് 2D എന്ന് പറഞ്ഞ തേർഡ് ടേം, എ പ്ലസ് 3D എന്ന് പറഞ്ഞ ഫോർത്ത് ടേം ആണ് കേട്ടോ. ഒരെണ്ണം കുറച്ച് പറയണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുട്ടികളും കഴിഞ്ഞ ക്ലാസ്സുകളൂടെ ഒന്ന് പഠിക്കുക. നോക്കി പഠിക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അല്ലാതെ നേരിട്ട് ഇതിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും. കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ഇട്ടിരിക്കുന്ന ആ വീഡിയോസ് കൂടെ ചെക്ക് ചെയ്യണം. T9 ഈക്വൽ ടു എ പ്ലസ് 8D. അതുപോലെ തന്നെ T10നെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 9D. T11 ആണെങ്കിൽ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എത്ര? 10D. ഇതാണ് നമുക്ക് വേണ്ടത്. ദെൻ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ മൂന്നും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 90 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ എ കണ്ടുപിടിക്കണം, എ പ്ലസ് ഡി കണ്ടുപിടിക്കണം, എ പ്ലസ് 2D കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്കുള്ളത്. ഞാനപ്പോൾ ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. എ പ്ലസ് 8D പ്ലസ് എ പ്ലസ് 9D പ്ലസ് എ പ്ലസ് 10D ഈക്വൽ ടു 90. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് T9 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 8D, T10 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 9D, T11 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 10D. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 90.